സാധാരണ ഒരു ലെവലിൽ ഇറങ്ങിയെങ്കിൽ പോലും ലാലേട്ട ഹൈപ്പ് ഉണ്ടെങ്കിൽ പോലും ഇത്രയും ലെവലൊരു തൂക്കിയടി നടക്കൂലായിരുന്നു. ഇത്രയും ലെവലിൽ ദിലീപേട്ടൻ്റെ കരിയർ ബെസ്റ്റ് പ്രീസെയിൽ കിട്ടിയത് ഈ ഒരു വിഷയം ഉള്ളതുകൊണ്ട് മാത്രമാണ്. കാരണം ദിലീപേട്ടൻ്റെ സിനിമ അല്ലെങ്കിൽ സിനിമ ബഹിഷ്കരിക്കണം എന്ന് പറയാൻ ആർക്കും റൈറ്റ്സും ഇല്ല. നിങ്ങൾക്ക് താല്പര്യമില്ല, നിങ്ങൾ കാണണ്ട. ഇത് സിനിമ അവിടെ ഇട്ട പ്രശ്നം, ആ സിനിമ അങ്ങ് കൊണ്ടുപോയ പ്രശ്നം, ഇതേ പ്രശ്നത്തിൽ ഉണ്ടായ വേറൊരു വ്യക്തിയെ ഇവർ തലയെ കൈവച്ച് കൊണ്ടാടുന്നു. അതും പീഡനം അങ്ങനെ എല്ലാം തെളിയിക്കപ്പെട്ട ഇത് ആ ഒരു വ്യക്തിയെ കോടതി വെറുതെ വിട്ടെന്ന് പറഞ്ഞിട്ട് അത് ഇതിറെ. അപ്പോൾ ഇത് ദിലീപ് എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ തന്നെ ഈ കേസിനെ പറ്റി പറയാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതിലോട്ടൊന്നും വലുതായിട്ട് പോകുന്നില്ല. എന്നിരുന്നാലും ഒരു ഫാക്ടർ മെയിനായിട്ട് എടുത്ത് പറഞ്ഞുതരാം. ഇത് 10 പേർ പ്രതി എന്ന് പറഞ്ഞ സംഭവത്തിൽ നിന്ന് 6 പേര് പോയിട്ട് ബാക്കി 4 പേരെ ഇവർ വെറുതെ വിട്ട്. ആ 4 പേരിൽ 3 പേര് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ വെറുതെ വിട്ടത് മാത്രമാണ് ഇവർ ഇത്ര എടുത്ത് പറയുന്നത്. അത് ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ നശിപ്പിക്കാൻ വേണ്ടി മാത്രം നോക്കുന്നതാണ്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് 1-1 തിരിച്ചു വരുമായിരിക്കും. പടത്തിൽ 100% പ്രതീക്ഷയും കാര്യങ്ങളും ഉണ്ട്. പടം കത്തും. ദിലീപ് ഏട്ടൻ്റെ 1 കംബാക്ക് ആയിരിക്കും 100%. ഭയങ്കര വെയിറ്റിംഗ് ആണ് ബ്രോ.